സിനിമ ഇത് സർട്ടിഫിക്കറ്റാണ്, തമിഴാണ്. പക്ഷേ ഈ പ്രമേയത്തിൽ ഈ സിനിമ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ ഈ ലോകത്തു നിന്ന് ആരും വിട പറയുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു ആ മനുഷ്യൻ്റെ. പക്ഷേ മരണം കഴിഞ്ഞതിന് ശേഷവും ആൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം മാത്രമാണ് ബോഡി ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. ആ പ്രാണൻ അപ്പോഴും കുറച്ച് ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. പ്രമേയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് വന്നത്. പക്ഷേ വളരെ രസിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കാണണം പറയുന്നതിൽ. പക്ഷേ 18 വയസ്സിന് മീതിയുള്ളവർക്കാണ് ഈ സിനിമയ്ക്ക് പ്രവേശനമുള്ളൂ. പക്ഷെ അത് കണ്ടാൽ അത് മനസ്സിലാവും. ചിരിച്ചിട്ടാണ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അത് വളരെ രസകരമായ രീതിയിൽ തമിഴിൽ ഈ പ്രമേയം മലയാളത്തിൽ വന്നിട്ടില്ല. തമിഴിലാണ് ആദ്യമായിട്ട് ഇത് വന്നിരിക്കുന്നത്. തമിഴിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമ. എന്തായാലും ഈ സിനിമ വാച്ച് ചെയ്യട്ടെ, എന്തായാലും നന്നാവും. ഫാമിലി സിനിമയല്ല, അതെൻ്റെ പ്രമേയിച്ച് ഫാമിലി അങ്ങനെ ഒരു വൃത്തികേടൊന്നുമില്ല. എന്ന് പറയുന്നത് ആ പ്രമേയം അങ്ങനത്തെ ആയതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. പല മനുഷ്യർക്കും പല ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം വേണമെന്നാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അത് പ്രായമായ ആൾക്കാർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ പലതും തെറ്റിദ്ധരിക്കും ഇങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനത്തെ ഇതൊന്നുമില്ല സിനിമയിൽ. ചിരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിഷയം. പലരും പലതായിട്ടാണ് സംസാരിക്കുന്നത് സിനിമയുടെ അകത്ത്. പക്ഷേ രസകരമായ രീതിയിൽ സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴിൽ നിന്നാണ് ആ പ്രമേയം വന്നിരിക്കുന്നത്. സബ് ടൈറ്റിൽ ഇംഗ്ലീഷുണ്ട്. എല്ലാവരും ആസ്വദിച്ചിട്ടാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത്. നല്ല പടമായിരുന്നു, നല്ലതായിട്ട് ചിരിക്കാനുള്ള പടമായിരുന്നു. അഡൽട്ട് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് പടമാണ്. എൻ്റെ പ്രമേയം നല്ല അടിപൊളിയാണ്. അവസാനം ഒരു ക്ലൈമാക്സ് എത്തിക്കുന്ന രീതിയായാലും അത്ര നേരം ഒരു ഉദ്വേഗതയുണ്ട്. നമുക്കിങ്ങനെ എവിടത്തും ഇതിങ്ങനെ റിവീൽ ആകപ്പെടുമോ ആ ഒരു പേടിയും കാര്യങ്ങളും നമ്മൾ വരുന്നുണ്ട്. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്കും നല്ല എൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനോട് തന്നെ എല്ലാവരും പെർഫോമൻസ് ഒക്കെ ആയാലും നല്ല ഡയറക്ഷനുണ്ട്. നല്ലൊരു എക്സിക്യൂട്ട് ചെയ്ത പടമാണ്. ഇത് കൊള്ളാം. കണ്ടന്റ് മീൻസ് അതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് അതാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ അത് പറഞ്ഞു അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും രസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര മോശത്തിലൂടെയൊന്നും പോയിട്ടൊന്നുമില്ല. അതെ പക്ക എന്റർടൈനർ. തിയേറ്റർ വാച്ച് തന്നെയാണ്. നല്ല തിയേറ്റർ വാച്ച് തന്നെയായിരുന്നു. പെർഫോമൻസ് നല്ല. ഇപ്പം നിഹാരികയായാലും നമ്മുടെ വൈഭവ് അങ്ങനെ കുറേ പേരാണ്, സുനിൽ റെഡ്ഡി അങ്ങനെ കുറേ പേര് എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊള്ളാം. ഇമോഷണൽ സീൻസ് ഒക്കെ ആയാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. നന്നായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് പടം വന്ന് കണ്ടത്. പക്ഷെ ഇത് എന്താണ് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കോമഡി പടമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന് കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പടം കണ്ട് ചിരിച്ചിറങ്ങി പോകാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു മരണം ബേസ് ചെയ്തിട്ടാണ് ഈ പടം പോകുന്നത്. പക്ഷേ ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അത്യാവശ്യം നല്ല കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. ഒരു കോമഡിയാണ്. കാരണം നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നിട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെയാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. കാരണം ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവരുടെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ വിടാതെ തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചിരിക്കാം, എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്.